ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരുടെ ഡൗട്ടാണ്, ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് എന്ത് ചെയ്യും, ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി സൈൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെ പേപ്പറുകളാണ് സൈൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു ജോബ് ഓഫർ കിട്ടി, അവർ കുറെ ഡിമാൻഡുകൾ വെച്ചു, ഇന്നത് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, വിശ്വസിച്ച് അതിലേക്ക് പ്രൊസീഡ് ചെയ്ത് നമുക്ക് ആ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേർക്ക് ഈ ജോയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സോ മെനി ഡൗട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി മച്ച് മോർ ഈസി ആയിരിക്കും. അപ്പോൾ വൺസ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എവിടുന്നെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളി വരും, അല്ലെങ്കിൽ മെയിൽ ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നമുക്ക് എന്തായാലും അവർ കോൺടാക്ട് ചെയ്യും. വൺസ് അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ നോക്കണം ഏത് വാക്കൻസിയിലേക്കാണ് നിങ്ങളത് അപ്ലൈ ചെയ്തത്, ഏതിലേക്കാണ് അവർ വിളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർ മെയിൽ ഐ ഡിയിൽ കറക്റ്റ് ആയിട്ട് മെയിൽ അയക്കുമ്പോൾ കറക്റ്റ്, അതായത് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിന്, ഇന്ന ഡേറ്റിൽ നിങ്ങൾ വരണം, ഇതിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുമല്ലോ ഏതിലേക്കാന്നുള്ളത്. അപ്പൊ അത് കെയർഫുൾ ആയിട്ട് നോക്കണം. ഹോം കെയർ ആണോ, ക്ലിനിക് ആണോ. അപ്പൊ നമ്മളിപ്പോ കുറെ കയറി അപ്ലൈ ചെയ്യും, നമുക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പോ കുറെ എണ്ണത്തിൽ കയറി അപ്ലൈ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ റിമെമ്പർ ഉണ്ടാവില്ല ഏതിലാക്കിയാ കൊടുത്തത് എന്നുള്ളത്. ചിലപ്പോൾ ക്ലിനിക്, ഹോസ്പിറ്റൽ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, എവിടുന്നെങ്കിലും ഒന്നൊരു ചാൻസ് കിട്ടണമെന്ന് ഓർത്തിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ അവർ ക്ലിയർലി അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇന്നതാണ്, ഹോം കെയർ ആണ്, ഇതാണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഓഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കമ്പനി ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു കമ്പനീനെ കുറിച്ചിട്ട്, അത് വിത്ത് ലൈസൻസ്, ട്രയൽ ലൈസൻസും കാര്യങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതാണ്. അല്ലാണ്ട് ക്ലിനിക്ക്, അതുപോലെ തന്നെ ഹോം കെയർ, എസ്പെഷ്യലി ഇൻ ദ ഹോം കെയർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവർക്ക് ട്രയൽ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലാണ്ടുള്ളതിലൊക്കെ പോയി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടില്ല. അവർ പറഞ്ഞ പോലെ സാലറി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഹ്യൂജ് ആൾക്കാർ, ഇപ്പൊ ഓൾമോസ്റ്റ് കുറേ പേര് ഹോം കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ, അതായത് ഒരു ട്രേഡ് ലൈസൻസ് ഒരു ഇതൊന്നും ഇല്ലാണ്ടുള്ളൊരു ഹോം കെയറുകളും ഉണ്ട്. അവര് സ്റ്റാഫിനെ എടുക്കും, എന്നിട്ട് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് സാലറി കാര്യങ്ങൾ പറഞ്ഞ പോലെ ഒന്നും കൊടുക്കില്ല, വർക്ക് ലോഡ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ആ ഹോം കെയറിന്റെ അണ്ടറിൽ അവർ ഓൾറെഡി ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ വന്ന ആൾക്കാർക്ക് അറിയില്ല, സാലറിയും കൊടുക്കില്ല, പിള്ളേർ അതിനകത്ത് കിടന്നിട്ട് കഷ്ടപ്പെടും. അഥവാ റിസൈൻ വെച്ച് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, പറയും നമുക്ക് എന്താ, അഥവാ റിസൈൻ വെച്ച് പോകാൻ നിങ്ങൾ വിസ കോസ്റ്റും അതുപോലെ ലൈസൻസിന്റെ എല്ലാം ക്യാഷ് പേയ്മെന്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്താക്കും, അവരെ ഇത് ഭയങ്കരമായിട്ട് ഇതാക്കുമ്പോൾ സാലറിയും പ്രോപ്പറായിട്ട് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വൺസ് നമ്മൾ കയറിയിട്ട് 2-3 മാസം നല്ല സാലറി ആയിരിക്കും, അത് കഴിയുമ്പോൾ എന്താവും, കമ്പനി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ബുക്കിംഗ്സ് കിട്ടില്ല. ഈ ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ബുക്കിംഗ്സ് ആണ്. അപ്പൊ ബുക്കിംഗ്സ് ഒക്കെ നല്ലപോലെ പേഷ്യൻസും, അഡൾട്ട് ആണെങ്കിൽ പീഡിയട്രിക് ആണെങ്കിലും അതുപോലെ IV കാര്യങ്ങളൊക്കെ നന്നായി ബുക്കിംഗ് കിട്ടിയാലേ കമ്പനിക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബുക്കിംഗ് കുറയുമ്പോൾ എന്ത് ചെയ്യും, സാലറി നമുക്ക് പറഞ്ഞ പോലെ അവർ ഓഫർ തരത്തില്ല, കമ്പനി ലോസിലാ പോകുന്നത്, സാലറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു മാസം സാലറി കിട്ടില്ല, അല്ലെങ്കിൽ സാലറി പറഞ്ഞ ഡേറ്റിന് കിട്ടില്ല, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ട്രേഡ് ലൈസൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പക്കായിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കി അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ജോലിക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ വൺസ് ഇന്റർവ്യൂവിന് നമുക്ക് വിളി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോവാം. ഇന്റർവ്യൂവിന് പോണ സമയത്ത് അവര് നമ്മളടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മളോട് ചോദിക്കും നമ്മുടെ എന്ത് കാര്യങ്ങളും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ അതൊക്കെ പറയുന്നു, അവരുടെ കാര്യങ്ങളും അവർ പറയുന്നു. അത് കറക്റ്റ് ആയിട്ട് മേക്ക് ഷുവർ ചെയ്യുക. 48 hours തന്നെ അല്ലേ, ഇന്ന ടൈമിൽ തുടങ്ങി ഇന്നതിൽ തന്നെ അല്ലേ, പിന്നെ മാറോ, ഇതൊക്കെ നമ്മുടെ റൈറ്റ്സ് ആണ് ചോദിക്കാനായിട്ട്. സാലറി ഈ പറഞ്ഞ പക്ക സാലറി അല്ലേ, എക്സ്ട്രാ ഇന്ന ഡ്യൂട്ടി അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അലവൻസ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ആ ഇന്റർവ്യൂയുടെ സമയത്ത് അവർ ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ പക്കായിട്ട് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഇത് ചോദിക്കുക. ആരും അതിന് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ റൈറ്റ്സ് ആണ്. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് പിന്നെ ചിലപ്പോൾ അവർ 2-3 മാസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളോട് വരുന്ന സെലക്ഷൻ ആയിട്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇത് ഏതാണ് എന്താന്ന് വെച്ചാൽ. നമ്മൾ കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ജോബ് ഇല്ലാണ്ടിരിക്കണം, അപ്പൊ നമ്മൾ കുറെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താക്കുക, കാര്യങ്ങൾ
കറക്റ്റ് ആയിട്ട് ചോദിക്കുക. ഡ്യൂട്ടി അവേഴ്സ്, സാലറി, വിസ, അതുപോലെ ലൈസൻസ്. ഈ വൺസ് നമ്മളിപ്പോ വേറൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കും, ഞാൻ റിസൈൻ വെച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രൊസീജിയർ, പേയ്മെന്റ് ചെയ്യാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവര് ചിലപ്പോൾ എന്തെങ്കിലും ആണെങ്കിലോ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ കാര്യങ്ങൾ ചോദിക്കുക. എങ്ങനെയാണ് ഓവർ ടൈം എടുത്ത് എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളെല്ലാം പക്കായിട്ട് ചോദിച്ച് അവരത് കറക്റ്റ്, അതായത് എഗ്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. എന്നിട്ട് അവരോട് ചെയ്യുക, ഇഫ് ഐ സെലക്ടഡ് ആണെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ഇൻ ദ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അല്ലെങ്കിൽ ഇപ്പൊ അവർ അപ്പൊ തന്നെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു ജോലി കിട്ടിയില്ലല്ലോ, അപ്പൊ അവിടെ ഡിമാൻഡ് ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ഇത് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് വരാം. വൺസ് നമുക്ക് ഓഫർ ലെറ്റർ അവർ സെലക്ടഡ് ആയി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമുക്ക് പിന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക, ഓഫർ ലെറ്ററിൽ നമ്മളിപ്പോ ചോദിച്ച കാര്യം അവർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഈ ഓഫറിൽ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. വൺസ് എന്തെങ്കിലും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓവർ ടൈമിന്റെ മെൻഷൻ ചെയ്തിട്ടില്ല, ഡ്യൂട്ടി അവേഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ അലവൻസിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ വിസ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അവർ സെലക്ട് ചെയ്തു, അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം, ഈ പറഞ്ഞതൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ഇത് ഓഫർ ലെറ്ററിൽ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ട് എനിക്ക് തരണോന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ എച്ച് ആർ ഡി അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലെ ആരെങ്കിലും ഒരു പേഴ്സൺസ്, ഇപ്പൊ എല്ലായിടത്തും എച്ച് ആർ ഉണ്ടാവണം എന്നില്ല. അപ്പൊ എച്ച് ആർ അല്ലെങ്കിൽ മാനേജർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സൈൻ ചെയ്ത ഓഫർ ലെറ്റർ മാത്രം നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് അവര് സൈൻ ചെയ്യാത്ത പേപ്പറിൽ നിങ്ങൾ കയറി സൈൻ ചെയ്യരുത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്കൊക്കെ പണ്ട് പറ്റിപ്പോയതായിരുന്നു. ഞാൻ അവരൊന്നും സൈൻ ചെയ്യാത്തതിൽ കയറി സൈൻ ചെയ്തു. എന്നിട്ട് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്തു, അവര് സാലറി കാര്യങ്ങളില്ല, പെട്ടെന്ന് ടെർമിനേഷൻ വന്നു, സാലറി തന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ലേബറിൽ കംപ്ലൈന്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഫസ്റ്റ് ചോദിച്ചത് എന്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. എന്റെ അടുത്ത് വാലിഡ് ആയിട്ടുള്ള ഓഫർ ലെറ്റർ ഇല്ല, എന്ന് വെച്ചാൽ സൈൻ ചെയ്തതില്ല, ഞാൻ സൈൻ ചെയ്ത് മാത്രമേ ഉള്ളൂ, അത് വാലിഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓഫർ ലെറ്റർ വാങ്ങുമ്പോൾ അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പേഴ്സൺ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അല്ലാണ്ട് പെട്ടെന്ന് കയറിയിട്ട് എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് കയറി ചാവരുത്. പിന്നെ എന്തൊരു ജോലിയും ആദ്യം ഒരു ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ പോകുമ്പോൾ നമുക്ക് മച്ച് മോർ ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോവാനായിട്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് നോക്കിയിട്ട് അവർ പറഞ്ഞ പോലെ തന്നെയാണോ. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിനിക്ക് ആണെങ്കിൽ പോലും, ഹോസ്പിറ്റൽ ഇറ്റ്സ് ഓക്കെ, വി വിൽ അഡ്ജസ്റ്റ് ബിക്കോസ് സെയിം ലൈക്ക് ദാറ്റ് ഇൻ അവർ കൺട്രി ആൾസോ, അതുപോലത്തെ തന്നെയാണ് വരുന്നത്. ബട്ട് എന്താ ക്ലിനിക് ആൻഡ് ദിസ് ഹോം കെയർ, അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ആ ഒരു ഫീൽഡിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി നാട്ടിലെ പോലത്തെ ക്ലിനിക് അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലിനിക്കും കാര്യങ്ങളും സെറ്റിങ്സും ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതുമായിട്ടൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യണതിന് മുന്നേ നിങ്ങൾ ആയിരം തവണ ആലോചിക്കുക, ഇതെനിക്ക് പറ്റുമോ, എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്താന്നുള്ള കാര്യം നോക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫറുകൾ ഇങ്ങനെ എപ്പോഴും വരണമെന്നില്ല. അപ്പൊ കിട്ടിയൊരു നല്ലൊരു ഇതുള്ളത്, നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു ക്ലിനിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ വേറെ അവിടെ നിന്നിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത് ഫ്രഷേഴ്സിന്. പിന്നെ നമ്മൾ അവിടെ പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒന്നും വിഷമിക്കാനില്ല. നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത പ്രൊഫഷണൽ പീരീഡ് ആണ്. നമുക്ക് 3 മന്തോ 6 മന്തോ അല്ലെങ്കിൽ 1 മന്ത് പ്രൊഫഷൻ, 1 മന്ത് അധികം ഉണ്ടാവാറില്ല. പക്ഷെ ചില ക്ലിനിക്കിൽ 1 മന്ത് പ്രൊഫഷണൽ ഉണ്ടാവാറുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ 3 മന്ത് 6 മന്ത് പ്രൊഫഷണൽ പീരീഡിലായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല, തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു കാര്യം അറിയില്ലെങ്കിലോ ഒന്നും ഒരു കുഴപ്പമില്ല. അവർ ട്രെയിൻ ചെയ്ത് തരാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്. അപ്പൊ അവരത് ട്രെയിൻ ചെയ്തായിട്ട് നമുക്ക് തരും. നിങ്ങൾ അതൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, നോക്കുക. എന്നിട്ട് ഡ്യൂട്ടി എന്ത് ചെയ്യുക. പിന്നെ നിങ്ങളെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൂടെ ക്ലിനിക്ക് ആണെങ്കിലോ ഹോസ്പിറ്റൽ ആണെങ്കിലോ ഒറ്റയ്ക്ക് അസൈൻ ചെയ്യുള്ളൂ. ആസ് പെർ ദ ലേബർ റൂൾ അനുസരിച്ചിട്ട് അങ്ങനെയാണ്. അല്ലെങ്കിൽ സഡൻലി നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് എവിടെയും പോയി ഇടില്ല. നിങ്ങൾക്ക് ആദ്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നിട്ടേ നിങ്ങൾ ഒറ്റയ്ക്ക് ഇടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ, അതായത് അവർ ഓഫർ ചെയ്ത പോലെയുള്ള ഡ്യൂട്ടി അവേഴ്സോ അല്ലെങ്കിൽ മന്ത്ലി സാലറി കറക്റ്റ് ടൈം പേയ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ സാലറി എല്ലാം കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റും. അതിപ്പോ നിങ്ങൾ പ്രൊഫഷണൽ പീരീഡ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് റെസിഗ്നേഷൻ വെക്കാം. റെസിഗ്നേഷൻ വെച്ചിട്ട് അവര് നിങ്ങളെ ഭീഷണിപ്പെടുത്താണ്, അല്ല പറ്റില്ല, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. നോ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് അവരുടെ തിങ്സ്. നമുക്ക് അതൊന്നും ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ
ആ പറഞ്ഞ പോലുള്ള റെസിഗ്നേഷനിൽ, അതായത് എത്രയാണോ റെസിഗ്നേഷൻ പീരീഡ് എങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ റെസിഗ്നേഷൻ വെക്കുക. ആ സമയത്ത് തന്നെ ഇപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 3 മാസമോ 6 മാസം, 6 മാസം അധികം ഉണ്ടാവാറില്ല. 1 മന്ത് റെസിഗ്നേഷൻ പീരീഡ് അല്ലെങ്കിൽ 3 മന്ത്, ഇതാണ് മാക്സിമം ഉണ്ടാവാറുള്ളത്. ആ ഒരു സമയത്ത് വർക്ക് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലേബറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. ലേബറിന്റെ നമ്പറോ കാര്യങ്ങളോ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ലേബർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ലേബറിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതെന്നുള്ളതില്ല നമ്പർ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം കേട്ടോ. അത് ടോൾ ഫ്രീ നമ്പറാണ്. നമുക്ക് വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അഡ്വൈസ് തരും എങ്ങനെയാണ് നിങ്ങൾ അടുത്ത് പോകേണ്ടത് എന്നുള്ളത് കേട്ടോ. അതിന് ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും ചെലവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ വൺസ് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും കിട്ടുമ്പോൾ ജോയിൻ ചെയ്തിട്ട് പ്രോപ്പർ അല്ലേ, നല്ല കമ്പനിയല്ലേ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കംപ്ലൈന്റ് റൈറ്റ്സ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് കേട്ടോ. ആ പ്രൊബേഷണൽ പീരീഡ്, അതായത് ആ ഒരു റെസിഗ്നേഷൻ പീരീഡ് വർക്ക് ചെയ്യുക, അവിടുന്ന് ഇറങ്ങുക. അവർ നിങ്ങൾക്ക് സാലറി പേയ്മെന്റ് ചെയ്തില്ല, വിസ കോസ്റ്റ് ക്യാൻസൽ ചെയ്തില്ല, അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്തില്ല, കുഴപ്പമില്ല, നമുക്ക് ലേബറിൽ കംപ്ലൈന്റ് ചെയ്യാം. ഗവൺമെന്റ് നമുക്കത് എന്ത് ചെയ്യും, വിത്തൗട്ട് ഒരു റിസ്കിലും ഇല്ലാണ്ട് നമുക്ക് ചെയ്തു തരും കേട്ടോ. അതിന് വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ വലിയ പൈസ ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ അന്വേഷിച്ച് എനിക്ക് ഹോസ്പിറ്റൽ വേണം, അല്ല ഈ ക്ലിനിക്കിൽ വേണം, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് കാത്തിക്കരുത്. കിട്ടുന്നത് ഏത് നല്ലതാണെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. എന്താ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എനിക്ക് ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മെസ്സേജുകൾ ചോദിക്കുന്നുണ്ട്. കുറേ പേർക്ക് ഇപ്പോഴും അറിയുന്നില്ല, ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, കുറെ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ത് പേപ്പർ സൈൻ ചെയ്യുവാണെങ്കിലും പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യുക. എസ്പെഷ്യലി കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ, അതായത് അതിനകത്തായിരിക്കും മൊത്തം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ വൺസ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും പേപ്പേഴ്സോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, എന്തിനാ അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, എനിക്കിത് സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാം. കേട്ടല്ലോ. ഇത്രയാണ് പൊതുവായിട്ട് നിങ്ങൾ ജോലി അന്വേഷിച്ച് ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കുക. പിന്നെ ഞാൻ ജോബ് ഓഫറിന്റെ വീഡിയോ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അതിനകത്ത് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ വേക്കൻസികളും ജെന്യൂൻ ആയിട്ടുള്ള വേക്കൻസികളാണ്. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കറിയാലോ, ഇത് സോഷ്യൽ മീഡിയ ആണ്, കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും തന്നെ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെ വിളിക്കുള്ളൂ. വിഷമിക്കേണ്ട. ഡെയിലി എല്ലായിടത്തും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ ചെയ്യുന്ന മെയിൽ ഐഡീസും കാര്യങ്ങളും വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് മെയിൽ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലും ക്ലിനിക്സിന്റെ ഒക്കെ മെയിൽ ഐഡീസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനെ കുറിച്ചിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. ബൈ.